നമസ്കാരം. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വളരെയേറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു അല്ലെങ്കിൽ ഒരു ലഘു വിവരണം നൽകാനാണ്. ആരാണ് ഈ ജോർജ് സോറസ്? അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ബന്ധമെന്താണ്? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാഹചര്യം? ഇതൊക്കെ ഒന്ന് വളരെ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ജോർജ് സോറസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ശതകോടീശ്വരൻ എന്ന് പറഞ്ഞാൽ പോലെ അതുക്കും മേലെ ഏകദേശം 90കളോടടുപ്പിച്ച് വയസ്സ് പ്രായം ഉണ്ടാകുന്ന ഒരു അമേരിക്കൻ ഭീമനായ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ആഫ്രിക്ക, ഏഷ്യ ഉള്ള ഭൂഖണ്ഡങ്ങളൊക്കെ ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബിസിനസ് മാത്രമല്ല, അദ്ദേഹത്തിനൊരു ബിസിനസ് കൺസൾട്ടൻസി ഉണ്ട്. അദ്ദേഹം അമേരിക്കൻ താല്പര്യങ്ങൾ മുൻനിർത്തി തീവ്ര അമേരിക്കൻ വാദിയാണ്. അദ്ദേഹത്തിൻ്റെ ആ തീവ്ര അമേരിക്കൻ ചിന്താഗതി, അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തീവ്രമായ ചിന്താഗതി അദ്ദേഹത്തെ ഒരു കൺസൾട്ടൻസി രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ബാക്കിയുള്ള, നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും കോടീശ്വരന്മാരായ ആളുകൾ അധിവസിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിലെ കോടീശ്വരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ബിസിനസ്സുകൾ നടത്തുന്നു, മുതൽ മുടക്കുകൾ നടത്തുന്നു, വലിയ സംരംഭങ്ങൾ നടത്തുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഏഷ്യയൊക്കെയാണ്. ഏഷ്യ, ചൈനയും ഇന്ത്യയും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കേന്ദ്രങ്ങളായി അവർ ബിസിനസ്സിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റ് കേന്ദ്രം, അവർക്ക് ബിസിനസ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടാണ് ജോർജ് സോറസിൻ്റെ പ്രസക്തി എന്ന് പറയും. അമേരിക്കയിലുള്ള ശതകോടീശ്വരന്മാരായ അല്ലെങ്കിൽ ബിസിനസ് ഭീമന്മാർക്ക് ലോകത്തെവിടെയും ബിസിനസ് തുടങ്ങാൻ, അവരെ ബിസിനസ് കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാനുമുള്ള ഒരു ചാനൽ രൂപീകരിക്കുക എന്ന ഉദ്ദേശം അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കൺസൾട്ടൻസി. ആ സംഘടന വിവിധ വേഷങ്ങൾ കിട്ടും. അതായത് മാനായും മയിലായും വരുന്ന പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻസി അത് വിവിധ വേഷങ്ങൾ, വിവിധ പേരുകൾ, വിവിധ പർപ്പസുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് അവർ ഏതൊരു രാജ്യത്തും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യമായാലും ഇനി പല യൂറോപ്യൻ രാജ്യങ്ങളായാലും ഏഷ്യൻ രാജ്യങ്ങളായാലും ആ രാജ്യത്ത് സ്ട്രോങ് ആയി പോളിസിയുള്ള, ആ രാജ്യത്ത് ശക്തമായ നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള അത്തരമുള്ള ഗവൺമെൻറ്റുകൾ വരുന്നതിന് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എപ്പോഴും അവരുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രഭാവ കേന്ദ്രമായിട്ട് അവരുദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ എപ്പോഴും ഒരു ആഴകുഴമ്പൻ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ദുർബലപ്പെട്ട സർക്കാരുകൾ വരാനാണ് അവരാഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ആ രാജ്യത്ത് എപ്പോഴും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ രാജ്യം കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള ഇഷ്യൂസ് ഫോം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രൊപ്പഗണ്ട ഉണ്ടാക്കുകയാണ്. ഇവരുടെ അടുത്ത് വിവിധ ലോകത്തെ തന്നെ വലിയ മാധ്യമങ്ങൾ ഇവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതുണ്ട്, പല ഏജൻസികളുമുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സംവിധാനവുമായിട്ട് ലോക രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു വിഷമാണ് ജോർജ് സോറസ് എന്ന് പറയുന്ന ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. അവരുടെ അമേരിക്കക്കാരുടെ കാഴ്ചപ്പാടെല്ലാം 100% ശരിയാണ്.
അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശമാണ്. പക്ഷെ അതൊരു മറ്റുള്ള രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുപോലെ പല രാജ്യങ്ങളും പല പ്രക്ഷോഭങ്ങളും പല കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് വലിയ പങ്കുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA പോലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹം അമേരിക്കയിലുള്ള ഏത് ഗവൺമെൻറ്റുകൾക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായങ്ങൾ അവർക്ക് കിട്ടും. അപ്പം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ കോടീശ്വരന്മാരായ ആളുകളിൽ നിന്ന് കൃത്യമായ അവരുടെ മാസപ്പടികൾ വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന വലിയൊരു ഏജൻസി ഇദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അത് പല മേഖലകളിൽ ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്ന അവിടെ അസ്ഥിരപ്പെടുത്താവുന്ന ആളുകളെയും സംഘടനകളെയും കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഫണ്ടുകൾ നൽകി അവർക്ക് വേണ്ട വിധത്തിലുള്ള അഡ്വൈസുകൾ നൽകി അവരുടെ ഇഷ്യൂസൊക്കെ വേൾഡ് തലത്തിൽ ചർച്ചയാകാനുള്ള മാധ്യമ സംവിധാനങ്ങൾ നൽകി അത്തരത്തിലുള്ള ഒരു ചെലന്തി വല നെയ്തുകൊണ്ട് ഓരോ രാജ്യങ്ങളിലുള്ളിലും സമാന്തര സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശമാണ് ജോർജ് സോറസിൻ്റെ സംഘടനയ്ക്ക്. അങ്ങനെ അവർ അതിൽ ഒരുപാട് സ്ഥലത്ത് വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെ യൂറോപ്പിൽ പല രാജ്യങ്ങളും ആ രീതിയിൽ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെയൊക്കെ അവർ പല രീതിയിലും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. വെനിസ്വേല പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഇന്ത്യയിൽ ജോർജ് സോറസിന് വളരെ സ്വാധീനമുണ്ട് പല ആളുകളുമാണ്. സർക്കാർ സ്വാധീനമൊന്നുമല്ല, ഈ രാജ്യത്തുള്ള പല സംഘടനകളും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും സഹായത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളുമുണ്ട്. മത ചാരിറ്റി സംഘടനകളൊക്കെ ഇതിലൊക്കെ ജോർജ് സോറസിന് അവരുടേതായ സ്വാധീനമുണ്ട്. മാത്രമല്ല ഇവിടെ രാജ്യത്ത് വിമത സ്വരമുയർത്തുന്ന ഖാലിസ്ഥാൻ പഞ്ചാബ് സിഖ് സംഘടനകൾ അവരും ജോർജ് സോറസിൻ്റെ ഇടപെടലുകളുണ്ട് എന്ന് പറയപ്പെടും. അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയോറിറ്റിയുള്ള പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഒരു വലിയൊരു ഘടകമായി ജോർജ് സോറസ് മാറിയിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ മല്ലികാർജുന ഖാർഗെ അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു, അദ്ദേഹം സമ്മതിച്ചു. അതായത് ചോദ്യത്തിന് കിരൺ റിജിജുവിൻ്റെയും അതുപോലെ മറ്റുള്ള ഭരണപക്ഷ MP-മാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയും ജോർജ് സോറസും തമ്മിൽ ബന്ധമുണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനയിൽ നിന്നും കോൺഗ്രസ് സഹായങ്ങൾ കൈപ്പറ്റിയെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിസ്സാര കാര്യമല്ല. നമുക്കറിയാം അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്, ഞെട്ടലുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ട്. പലരും പറഞ്ഞു മല്ലികാർജുന ഖാർഗെയ്ക്ക് എന്തു പറ്റിയെന്ന്. മല്ലികാർജുന ഖാർഗെയെ പോലുള്ള ഒരു വന്ധ്യവയോധികനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിൽ തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ ധാർമ്മികത അദ്ദേഹത്തിന് കൊണ്ടാൽ ചിലപ്പോൾ അത് പറയിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ അത് സമ്മതിപ്പിക്കാൻ നിർബന്ധിതമാക്കിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയാവും എന്നുമായിക്കോട്ടെ. മാത്രമല്ല അദ്ദേഹത്തിന് നമുക്കറിയാം ഒരു കാലത്ത് സോണിയ കുടുംബത്തിന് നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് മോത്തിലാൽ വോറ. ED ചോദ്യം ചെയ്യുന്ന സോണിയയും മകനെയും ED ചോദ്യം ചെയ്യുന്ന ഒരു പരമപ്രധാനമായ കേസിൽ മരണപ്പെട്ടു പോയ മോത്തിലാൽ വോറയിൽ പഴിചാരിക്കൊണ്ട് രാഹുലും സോണിയയും തടി തപ്പിയിട്ടുള്ള രംഗങ്ങൾ. EDയിൽ നിന്ന് രക്ഷപ്പെടാൻ മോത്തിലാൽ വോറയിലാണ് എല്ലാ ഉത്തരവാദിത്വവും കെട്ടിച്ചമച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് ഈ രാജ്യത്ത് കണ്ടോ. ഈ ഒരു സാഹചര്യമാവാം മല്ലികാർജുന ഖാർഗെ ഇത്തരത്തിലുള്ള ഒരു കാര്യം സമ്മതിപ്പിക്കാൻ നിർബന്ധിതമാക്കി എന്നുമായിക്കോട്ടെ. നമുക്കറിയാം ഈ രീതിയിൽ ജോർജ് സോറസ് പ്രത്യേകിച്ചും 96-ൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് വന്നപ്പോൾ അതുമുതലാണ് ഈ പാശ്ചാത്യ ശക്തികൾക്ക് ജോർജ് സോറസുമാർക്കൊക്കെ വലിയ അസ്വസ്ഥതയുണ്ടായി. പ്രത്യേകിച്ചും തികച്ചും ദേശീയ കാഴ്ചപ്പാടുള്ള ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വന്നതോടുകൂടി അല്ലെങ്കിൽ അധികാരത്തിലേറിയതോടുകൂടി അവർ ഭയചങ്കിതരായി. അവർ കൂടുതൽ പ്രത്യേകിച്ചും ഇറ്റാലിയൻ ബന്ധമുള്ള പെട്ടെന്ന് വശംവദരാക്കാൻ പറ്റുന്ന സോണിയ കുടുംബത്തിലേക്ക് അവർ കയറിപ്പറ്റി. കാരണം ഇവർക്ക് യൂറോപ്യൻ ബന്ധമുണ്ട്, ഇറ്റാലിയൻ ബന്ധമുണ്ട്, പെട്ടെന്ന് ഇവരെ സ്വാധീനിക്കാം.
അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ പാർട്ടിക്കുള്ളിലേക്ക് സോറസിനും കൂട്ടാളികൾക്കും കയറാൻ പറ്റി. അവർ സാമ്പത്തികമായി അവരെ വളരെ ശക്തമായ രീതിയിൽ അവരെ സഹായിച്ചു. കണക്കറ്റ സഹായങ്ങൾ ഇത്തരം സംഘടനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും ഉണ്ടായി. സാം പിത്രോയെ പോലുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്ന് കയറിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ചു. നമുക്കറിയാം, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിനെതിരെ മോശമായ രീതിയിൽ പ്രചരണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി മാറി. നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൽ നമ്മളെ അതിശയോക്തി ഉണ്ടാകുന്നത് എന്തു പറ്റി ഇയാൾക്ക്. നമുക്ക് രാജ്യത്തിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിനകത്തും രാജ്യത്തിനകത്തും ആ രീതിയിലാണ്, വേദികളിലാണ് നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത്. ഒരു രാജ്യത്തിന് പുറത്തു പോയി, അതുപോലെ അമേരിക്ക പോലുള്ള രാജ്യത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഏത് രാജ്യത്തുള്ളവരും നടത്താം. അത്രത്തോളം പക്വതയില്ലാത്ത അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി നഷ്ടപ്പെട്ട വ്യക്തിയാണ് രാഹുൽ, അത് സംശയം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും ജോർജ് സോറസിൻ്റെ കമ്പനിയുടെ ടൂൾ കിറ്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 2014 വീണ്ടും മോഡി അധികാരത്തിൽ വന്നു. അതോടുകൂടി ഇത്തരമുള്ള ആളുകൾ ഇവരുടെ താല്പര്യങ്ങൾക്കൊക്കെ മങ്ങലേറ്റു. ഇവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക്, ഈ പാശ്ചാത്യ ശക്തികളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് 2014 മോഡി ഗവൺമെൻറ് വന്നുകൊണ്ടുണ്ടായത്. അവർ പല വിവിധ മേഖലകളിലുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് വലിയ ക്ഷതം സംഭവിച്ചു. 2019 അത് വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഈ സർക്കാരെ താഴെ ഇറക്കാമെന്നുള്ള ഒരു അജണ്ടയുമായി രംഗത്തിറങ്ങിയ അതിൻ്റെ സർവ്വശക്തിയും ജോർജ് സോറസ് എന്ന് പറയുന്ന വന്ധ്യവയോധികൻ, അദ്ദേഹത്തിൻ്റെതായ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മുഴുവൻ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ അദ്ദേഹം 2019 ശേഷം ഈ രാജ്യത്തും ലോകത്തും ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും 2024 കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള അദാനി ഗ്രൂപ്പിനെയാണ്. പ്രത്യേകിച്ചും അദാനിയോടുള്ള ജോർജ് സോറസിൻ്റെ ഒരു ദേഷ്യത്തിന് പിന്നിൽ വേറൊരു കാരണം കൂടെയുണ്ട്. പ്രത്യേകിച്ചും അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം, അദാനിയുടെ ബിസിനസ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്കും തുറമുഖ രാജ്യങ്ങളിലേക്കുമൊക്കെ വ്യാപിച്ചു. മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും തുറമുഖ നിർമ്മാണം അതുപോലുള്ള വലിയ വലിയ സംരംഭങ്ങളിലേക്ക് അദാനി മാറി. അദാനി മുന്നോട്ട് പോയി. അവിടെ നിന്നുള്ള അദാനി വലിയ നേട്ടങ്ങളുണ്ടാക്കും. അദാനിയുടെ സംവിധാനങ്ങൾക്ക് വളരെ വലിയ വളർച്ചയുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ അദാനി സ്വാധീനമുണ്ടാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ്. ഇപ്പോൾ ഒരു രാജ്യത്ത് അദ്ദേഹം ഒരു പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ അത് കണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ക്ഷണമുണ്ട്. ഇത് തികച്ചും പാശ്ചാത്യ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ കൈക്കൊടുത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളായിരുന്നു ഈ തുറമുഖ നിർമ്മാണവും അദാനി ചെയ്യുന്ന മറ്റുള്ള വലിയ വലിയ നിർമ്മിതികളുമൊക്കെ. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിലടക്കമുള്ള ഈ രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലടക്കം ഇത്തരത്തിലുള്ള വലിയ നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള വലിയ കോടീശ്വരന്മാരായ ആളുകളും അവരുടെ കമ്പനികളുമായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു നല്ലൊരു റോഡ് പോലും അല്ലെങ്കിൽ നല്ലൊരു പാലം പോലും നിർമ്മിക്കുന്നത് പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. അത്തരത്തിലുള്ള അവരുടെ കമ്പനികളായിരുന്നു. ആ സാഹചര്യങ്ങൾ മാറിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏഷ്യയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ഉദയം വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഏത് വിധേയും തകർത്തുകൊണ്ട് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന രീതിയിലേക്ക് കച്ച് കെട്ടി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ജോർജ് സോറസ്. അദ്ദേഹത്തെ തകർക്കുക, അതേപോലെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കുക, ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് തിരിച്ചടി ഉണ്ടാക്കുക മാത്രമല്ല ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി മറ്റുള്ള ലോകരാജ്യങ്ങളുടെ ഇടയിൽ മോശമാക്കുക, ഇന്ത്യയിലെ സാമ്പത്തിക രംഗം തകർക്കുക, അതുവഴി ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഇത്തരമുള്ള ഇടൻ അജണ്ടകളുമായിട്ടാണ് ജോർജ് സോറസ് ഇറങ്ങിയിട്ടുള്ളത്. ഗൗതം അദാനിയെ ലക്ഷ്യമിട്ടു. അങ്ങനെ അദാനിക്കെതിരെ ഓരോ തട്ടിക്കൂട്ട് കമ്പനികളുടെ പേരിൽ, തട്ടിക്കൂട്ട് ഏജൻസികളുടെ പേരിൽ ഓരോ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാക്കി അത് മീഡിയ വഴി പ്രചരിപ്പിച്ച് അത് ഈ രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ടോൾ കിറ്റായ
ടൂൾ കിറ്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതുപോലെ രാഹുലിനെയും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അദാനിക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സമചിത്തത വീണ്ടും വന്നിട്ടില്ലാത്ത രാഹുൽ, അദ്ദേഹം ഈ ജോർജ് സോറസ് പറയുന്നത് മുഴുവൻ തത്തമ്മ പൂച്ച 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 എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം എപ്പോൾ വാ തുറന്നാലും അദാനി അദാനി എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. കാരണം ജോർജ് സോറസിന്റെ അദ്ദേഹം കിട്ടിയിരിക്കുന്ന ആ ഡോളറുകളിൽ മയങ്ങിക്കൊണ്ടാണ് കോൺഗ്രസും രാഹുലും ഒക്കെ ഇത് ചെയ്തത്. കാരണം ജോർജ് സോറസിന്റെ അഡ്വൈസറി ബോർഡിലുള്ള ആളുകളാണ്, അദ്ദേഹത്തിന്റെ ആളുകളാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഡ്വൈസർമാർ, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ. ഇദ്ദേഹം പോകുന്ന റൂട്ടുകൾ വരച്ചു കൊടുക്കുന്നത്, രാഹുലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ടുള്ള റൂട്ടുകൾ വരച്ചു കൊടുക്കുന്നത് ജോർജ് സോറസിന്റെ കമ്പനികളുടെ ആളുകളാണ്. അവരാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുലിന്റെ അഡ്വൈസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള നീക്കവുമായിട്ടാണ് ഈ പൂർണ്ണമായിട്ടും ജോർജ് സോറസിന് വിധേയമായിപ്പെട്ടുകൊണ്ട് വഴങ്ങിക്കൊണ്ടാണ് രാഹുൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ മറ്റുള്ള ഘടകകക്ഷികൾ മുഴുവൻ കോൺഗ്രസിനോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള പാർലമെന്റിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഞങ്ങളെ കിട്ടില്ല, പാർലമെന്റ് നടപടികളോട് മുന്നോട്ട് പോകണം, അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴും അദാനിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത്. ഒരു വസ്തുതയൊന്നുമില്ല, എവിടെയോ ആരോ പറഞ്ഞ ഒരു ഫേക്ക് ന്യൂസിന്റെ പുറകെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ അമേരിക്കയിൽ നടന്ന ഒരു പ്രവൃത്തിയുടെ പേരിൽ അവിടുത്തെ ഒരു സംവിധാനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതോ ഒരു വക്കീൽ, ഒരു കോടതി വിധിയൊന്നുമല്ല, അവിടുത്തെ ഒരു വക്കീലിന്റെ പ്രസ്താവനയാണ് വലിയ ഭീമാകാരമായ രീതിയിൽ വലിയ കൃത്രിമത്വത്തോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയും രാജ്യസഭയൊക്കെ സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർലമെന്റ് നടപടികൾ സുഖകരമല്ലാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ പാർലമെന്റൊക്കെ സമ്മേളിക്കുന്നതെങ്കിൽ അതിന് വലിയ ചെലവുകളുണ്ട്. മാത്രമല്ല ഓരോ ദിനവും ഓരോ മണിക്കൂറും ഈ പാർലമെന്റിന് വിലപ്പെട്ടതാണ്. രാജ്യത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിൻ്റെതായ അത്രയും വലിയ വിലപ്പെട്ട ഒരു വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ്. ആ പാർലമെന്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കേവലം അമേരിക്കയിൽ ഒരു വക്കീൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ 100% ഒരു ജോർജ് സോറസിന്റെ ഒരു അല്ലെങ്കിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവിനെ പോലെ പ്രവർത്തിക്കാനായി രാഹുലും കോൺഗ്രസ് പാർട്ടിയും, മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ പോലും അവർ ഒറ്റപ്പെട്ടു പോയി. ഈ സാഹചര്യമാണ് ഈ ജോർജ് സോറസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തുറന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടിയുമായിട്ടും ഇന്ത്യയിൽ നടന്ന പല വിഷയങ്ങളുമായും ബന്ധപ്പെട്ടും ജോർജ് സോറസിനും അദ്ദേഹത്തിന്റെ പല ഏജൻസികൾക്കും ബന്ധമുണ്ടെന്നും കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ജോർജ് സോറസും എന്നുള്ളതൊക്കെ ഒരുപാട് നാളുകളായിട്ട് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തതാണ്. ദേശീയ മാധ്യമങ്ങളും ഇന്റർനാഷണൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലായി സാഹചര്യങ്ങൾ വീണ്ടും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചപ്പോൾ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പോലും സോണിയയും ജോർജ് സോറസും തമ്മിൽ ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ സഹായം കോൺഗ്രസ് പാർട്ടി കൈപ്പറ്റിയെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ജോർജ് സോറസിന്റെ കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരു വിദേശ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരു ആഗോള ബിസിനസ് ഭീകരന്റെ അദ്ദേഹത്തിന്റെ കേവലം ഒരു ഏജൻസിയായി, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഏജൻസിയായി, അദ്ദേഹത്തിന്റെ ടൂൾ കിറ്റിലെ എക്സിക്യൂട്ടീവ്സായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മാറിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. നന്ദി, നമസ്കാരം.